അപ്പുന് കാട് ഇഷ്ടായോ? ആ നമ്പി എനിക്കൊരു 50 മില്യൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ പറക്കണ പക്ഷേ കൂടി ഇത് വീട്ടത്ര അത്ര ചുണ്ണുണ്ട്. ഇവിടെ നിന്നാ സ്കൂളിൽ പോവാൻ പറ്റുമോ? സ്കൂളിൽ പോയി പഠിച്ച് വലിയ ആളാവണ്ട അപ്പുന്. എന്നാ നമ്മള് വീട്ടിൽ പോവാ? അപ്പുനെ കൊണ്ടാക്കാൻ ഏട്ടനോട് പറ. ഓപ്പോൾക്ക് ഇവിടെ പണിയില്ലേ? അവിടെ ഞാൻ ഒറ്റയ്ക്കോ? വല്യമ്മയില്ലേ? അവിടെ നിന്ന് നല്ല സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. സ്കൂളിൽ പൂട്ടിയ 2 മാസം ഇവിടെ വന്ന് നിൽക്കാം. പിന്നെ ഓപ്പോളും ഏട്ടനും അപ്പുനെ കാണാൻ അവിടെ വരാം. നല്ല കുട്ടിയായിട്ട് നാളെ പുറപ്പെടില്ലേ അപ്പു? ഞാൻ പോവില്ല. ഓപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ പോവും. എന്നെ നോക്കിക്ക. ഹായ്, രാമായണത്തില് രാക്ഷസന്മാരുടെ തല കൊയ്യുന്നത് 50 മില്യൺ കൊണ്ടാ. അത് വലിയ വില്ല. നീ ചിത്രം കണ്ടിട്ടുണ്ടോ? ഉള്ളവിടെ ഈടെ പിടിച്ചോ, കുറച്ചുകൂടി വലിച്ചു വിട്. ഞാനിപ്പോ പറഞ്ഞ നമ്മുടെ ഈ തിമിറ്റീനൊന്ന് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അവന് കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും. ഈ കോൺട്രാക്ട് കഴിഞ്ഞില്ലേ, അപ്പൊ ഇതിന്റെ ബില്ലും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട് വലിയ പുലിവാല് ശരിയാ. ഒന്നും പറയണ്ട. എന്നുവെച്ചാൽ ഇപ്പൊ ഈ കാര്യങ്ങൾ ആകെ ഒരുമാതിരി കുരുമാലി ഇരുന്ന് ഇങ്ങനെ വട്ടം കറങ്ങണം. അപ്പൊ നമ്മുടെ തിമിറ്റി ഒന്ന് വിചാരിച്ചാൽ ഈ ശല്യം ഒന്ന് ഒഴിച്ചു തീർക്കാം. നമ്മള് ഓർമ്മയില്ലേ തൃശ്ശൂർ പൂരത്തിന് അടിച്ച് പിറ്റായി പെണ്ണ് കെട്ടിന്ന് കേട്ടു. നമുക്ക് അതിന്റെ വായിലൊന്ന് പൂശാൻ റോയി നോട്ടിയെ. പിന്നീടാവാം, ഇപ്പൊ നേരില്ല. പോട്ടെ. ചെലവിന്റെ കാര്യത്തിന് പേടിക്കണ്ട, ചെലവ് എന്റെ വക. അല്ല എനിക്ക് താൻ നടക്കാം. മാളു, ഇത് നിനക്ക്. ഇതൊന്ന് തിരുമ്പിക്കള. നല്ല മുണ്ടുണ്ടോ? ഇന്നലെ തിരുമ്പിയത് മടക്കി വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം ഇഷ്ടാണോ? ഇത് നിനക്ക്. നീ വന്ന വകയില് എല്ലാവർക്കും സദ്യ വേണം. ആ പൂതി മനസ്സിലിരിക്കട്ടെ. നമുക്ക് 100 ചെലവുള്ളപ്പോ അവർക്ക് സദ്യ. കാണാൻ ചന്തമുള്ളൊരു ഭാര്യ എനിക്ക് കിട്ടിയത് ചിലർക്കൊക്കെ അസൂയ. നിനക്ക് ഈ പോരാ. എനിക്കറിയാം, സൗകര്യം പോരാ. 2 കൊല്ലം കഴിയട്ടെ. വരവിടെ ഒളിഞ്ഞു നോക്കുന്ന റാസ്കൾ. ഞങ്ങൾ തനിച്ചിരിക്കുമ്പോ ഒളിഞ്ഞും പതിഞ്ഞും നോക്കിയാൽ ഒഴിവുള്ള ഒരു ദിവസം കാണുന്നില്ല. ഇവനെ ഒന്ന് കരകടത്താൻ നാശം. അവൻ കുട്ടിയല്ലേ? കുട്ടികളുടെ സ്ഥാനത്ത് നിൽക്കണം. ഭാര്യയുടെ കൂടെ കിടക്കാൻ ചെക്കന്റെ കണ്ണും പിടിച്ച് ഒളിച്ചും പതുങ്ങി വേണമെന്ന് തോന്നാൽ പതുക്കെ. വകതിരിവാവാത്ത പ്രായമല്ലേ, ഇങ്ങനെ വേദനിപ്പിക്കണം? കുട്ടികൾക്ക് മാനേഴ്സ് അറിയണം. ഒന്ന് സ്വകാര്യം പറയാൻ മനുഷ്യൻ സ്വാതന്ത്ര്യം വേണ്ടേ? എവിടെ നോക്കിയാലുണ്ട് ഈ ചെക്കൻ. രാത്രിയായാലും കടപ്പുമുറിയുടെ മൂലയിൽ ചെക്കൻ. ചെകുത്താനിട്ട് ഉറക്കവുമില്ല. ആ കുപ്പി കൊണ്ട് എടുത്തോ, ഗ്ലാസ്. ഇയാളെ ഞാൻ കൊല്ലും. ഞാൻ എന്താ അപ്പു? ഇയാളെ ഞാൻ കൊല്ലും. അത് ഏട്ടനല്ലേ. വലിയൊരു കാര്യം പറയുമ്പോ നീ ഇങ്ങനെ ഒളിച്ചു നോക്കരുത്. അത് ചീത്ത ശീലല്ലേ. കൊല്ലും ഞാൻ. നിനക്ക് വീട്ടിൽ പോണം. ഞാൻ ഏട്ടനോട് പറയാം. വല്യമ്മ നിന്നെ നന്നായിട്ട് നോക്കും. ഓപ്പോളും വരണം. ഓപ്പോൾ ഇങ്ങനെ ഈ ചാലയിൽ നിൽക്കുന്നേ.
ചോലയുടെ താഴത്തുള്ള പൊന്തയുടെ അടുത്ത് ഇരുന്നാ മതി. മാളുവോ എന്റെ ടോർച്ചും തോക്കും കൊടുത്താ. ഉള്ളച്ചാ പന്നിയുണ്ട്, ചവിട്ടടി കണ്ടിട്ട് 8-10 എണ്ണെങ്കിലുള്ള ലക്ഷണമാണ് അല്ലേ ഉറുപ്പിയേട്ടാ? 8-10 ബാക്കി ആർക്കാ? 10-50 എണ്ണത്തിനെങ്കിലും ഞാൻ കണ്ടതല്ലേ. നീ വാതിലടച്ച് കിടന്നു, പടി ഞാൻ പുറത്തുനിന്ന് പൂട്ടാം. പോവാമോ? ഉം. മാളുവോ നിലാവുള്ളതുകൊണ്ട് മൃഗങ്ങൾ ഇറങ്ങിയില്ല, ഇതേ കിട്ടിയുള്ളൂ. 4 പേര് പങ്കിട്ടെടുത്തു. നന്നായി മുളകിട്ട് കറി വെക്കാനെടുത്ത് ബാക്കി അട്ടത്ത് കെട്ടിട്ടു. കാപ്പി വേണ്ട, ഒരുപാട് നടന്നു. ആ നായിന്റെ അമ്മ കുറുപ്പ് ഞാൻ ഉന്നം പിടിച്ച് നിൽക്കുന്ന നേരെ നോക്കി ഒറ്റക്കൊര, അല്ലെങ്കിൽ പോത്ത് പോലത്തെ ഒരു മലാം വീണതായിരുന്നു. 2 മണിക്കൂർ ഉറങ്ങി എണീറ്റ് ഒന്ന് കുളിച്ചാൽ ഞാൻ പറമ്പിലിറങ്ങും. കാപ്പി നീ കുടിച്ചു. നീ കുടിച്ചോ കാപ്പി? ഞാൻ കുടിച്ചോളാം. ഇപ്പൊ കുടിക്കണം. എന്തെന്നേ വിടൂന്നേ, നേരെ വിളിച്ചാകുമ്പോ തന്നെ. നക്ഷത്രവും മുഹൂർത്തവും നോക്കിയിരുന്നത് പണ്ടത്തെ ഋഷിമാര്. കിടക്ക്, എനിക്കിപ്പോഴാ രാത്രി. ഓടി വരണേ ഒപ്പളെ കൊല്ലണേ, അയ്യോ ഓടി വരണേ ഓടി വരണേ ഒപ്പളെ കൊല്ലണേ, അയ്യോ ഓടി വരണേ. അവരടിക്കരുത്. എന്നാലും നിനക്ക് എടുത്തൊരു കുത്തു വന്നാലല്ല വരാൻ ഓടവിടെ എന്നെ ഞാനിന്ന് ചെറിയ കുട്ടി എന്നെ അമ്പ ചെയ്ത് നോക്കി, അല്പം മുറിഞ്ഞേ ഉള്ളൂ. അവിടുത്തെ കർണവലമ്പ് കൊണ്ടാലും പറയാലോ. ചെറിയ കുട്ടി